അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് സംക്ഷിപ്തമായി നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഒന്നാമത്തെ ആഴ്ച അള്ളാഹു നൽകിയിരിക്കുന്ന വെള്ളം, അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചും അതുവഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ വളരെ സംക്ഷിപ്തമായി നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങേണ്ട ബർക്കത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു വലിയ തൗഫീഖാണ് ബർക്കത്ത്. ആ ബർക്കത്ത് എന്താണ്, അതിൻ്റെ വ്യാപ്തി എന്താണ്, അതെങ്ങനെയാണ് ലഭിക്കുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഈ ആഴ്ച നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് കുറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്. അത് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി എന്നുള്ളതാണ്. അതിന് നമുക്ക് സഹായകമാകുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാവണമെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോഴാണ് അതിൻ്റെ വലിയ ഒരു സൗഭാഗ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. പലപ്പോഴും നമ്മുടെ അത്തരം ആളുകളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവർക്കൊരുപാട് ആശയങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് പങ്കുവെക്കാനുണ്ടാകും. പക്ഷേ ആ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതേ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവർ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ പലപ്പോഴും പ്രയാസങ്ങൾ തോന്നാറുണ്ട്. പക്ഷെ ആ അനുഗ്രഹം കിട്ടിയിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകളും. അപ്പം അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം അള്ളാഹു നൽകുക വഴി ഒരു വലിയ പരീക്ഷണമാണ് സത്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഒരു എല്ലില്ലാത്ത ഒരവയവം എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ നാവിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പം എങ്ങനെ അത് ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ, അത് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാത്തതിൻ്റെ പേരിൽ നിരവധി പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാല കാലത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. കണ്ണൂരിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാനും ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ ഞാനുമൊക്കെ ഒരു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കേട്ട കുറേ അനുഭവങ്ങളായിരിക്കും. അതിൻ്റെ പിന്നാമ്പുറം വേറെ എന്തെങ്കിലും കഥ ഉണ്ടോ നമുക്കറിയില്ല. പക്ഷെ കേട്ട അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് കുറേ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടുന്നാ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്? മനസ്സിലായത് ശരിയാണെങ്കിൽ ഗുരുനാഥന്മാരിൽ നിന്ന്
ആണ് അവർക്ക് പ്രയാസം ഉണ്ടായത്. ഒരുപാട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഒന്ന് പിന്നെ അഗ്ലിയാണ് നീ, അതേപോലെ തന്നെ ബ്ലാക്കിയാണ്, അതേപോലെ ഒരുപാട് എൻഡോസൾഫാൻ, ക്യാൻസർ, ഇങ്ങനെ നിരവധി വാക്കുകളാണ് അത്ര ആ കുട്ടിക്ക് കേൾക്കേണ്ടി വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സട്ടാവായിരിക്കുന്ന നാഥനാണ് ഒരു മനുഷ്യന് കളർ നൽകുന്നത്. അവർ കറുത്തവരുണ്ടാകും, വെളുത്തവരുണ്ടാകും. അത് ഖുർആനിന്റെ ഒരു പ്രയോഗം തന്നെ എന്താണെന്നറിയാമോ? യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നാം സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ ആക്കി നാം തിരിച്ചിരിക്കുന്നത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അവിടെ വ്യത്യസ്ത കളറുള്ള ആൾക്കാരുണ്ടാകും, അതൊന്നും നിങ്ങൾ നോക്കണ്ട, പല ഗോത്രക്കാരുണ്ടാകും. പക്ഷെ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും, നിങ്ങളുടെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യൻ ആരാന്ന് വെച്ചാൽ ആർക്കാണോ ഭക്തിയുള്ളത്, ആ ഭക്തിയുള്ള ആൾക്ക് മാത്രമേ പടച്ചോനൊരു സ്ഥാനമുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കളർ കണ്ടിട്ടോ, ഒരാളുടെ ഹൈറ്റ് കുറഞ്ഞത് കൊണ്ടോ, ഒരാൾക്ക് ശാരീരികമായിരിക്കുന്ന വൈകല്യം ഉള്ളത് കൊണ്ടോ അയാളെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഇതെനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊക്കെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് പലപ്പോഴും പല കാര്യം ഈ സംസാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ പലപ്പോഴും വീണു പോകും. അവിടെ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. ഇപ്പൊ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണയായ സഫിയ റളിയല്ലാഹു അൻഹ, അവർ കുറച്ച് ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവായപ്പം മറ്റൊരു സഹധർമ്മിണി അവരെ കസീറ എന്ന് വിളിച്ചു. എന്താ കസീറ എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥം അറിയോ? നിങ്ങൾ ഞാനൊക്കെ പല ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ആളുകളെ വിളിക്കുന്ന ഒരു പദം കസീറ എന്ന് പറഞ്ഞാൽ കുള്ളത്തി എന്നാണ് അതിനർത്ഥം. ഒന്നുമില്ല, നമ്മുടെ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, ഓരോ അധ്യാപകന്മാർ യഥാർത്ഥ പേരെന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് കാലം നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവിടെ കസീറ എന്ന് പറഞ്ഞൊരു പദം മാത്രമാണ് ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ഉപയോഗിച്ച വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇണയോട് പറഞ്ഞു, നീ സംസാരിച്ച ഈ വാക്കുണ്ടല്ലോ, ഈ വാക്കെങ്ങാനും കടലിൽ ലയിക്കുകയാണെങ്കിൽ കടലിലെ മുഴുവൻ വെള്ളവും മലിനമായി പോകാൻ മാത്രമുള്ള ഒരു സംസാരമാണ് നീ നടത്തിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതേ രൂപത്തിലുള്ള സംസാരം നടത്താൻ പാടില്ല. എന്താണ് അവിടെ ഉണ്ടായത്? ഒരാൾക്കൊരു അഭിമാനമുണ്ട്. ഇസ്ലാമിന്റെ ചില പ്രത്യേകതകൾ വായിച്ചറിയാം. അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ആ മതം. നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ള എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ പറ്റി ഒരു പരാമർശവും ഖുർആനിലില്ല. പക്ഷെ അബ്ദുള്ള എന്ന് ഉപയോഗിച്ചിട്ട് അത് നബീന്റെ ഉപ്പയെ പറ്റിയല്ല. ആമിന എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവാണ്, അവരെ പറ്റി ഒരു പരാമർശവും ഇല്ല. സാധാരണ ഒരാൾ ഒരു ഗ്രന്ഥമൊക്കെ എഴുതുമ്പോൾ ആ ഗ്രന്ഥത്തിലെ ആമുഖത്തിലൊക്കെ ഉപ്പന്റെ ഉമ്മന്റെ ഒക്കെ പേരുണ്ടാവും. ഇത് അള്ളാഹുവിന്റെ വഹിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പേരുമില്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അങ്ങനെ ഒരു പേരേ ഇല്ല. പക്ഷെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യന്റെ വൈകാരികമായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു പോയോ എന്ന് ഒരു സംശയമുണ്ടായപ്പോൾ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ 10ഓളം ആയത്തിറക്കി. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മെല്ലെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രമാണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയെന്ത്, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിനോട് സംസാരിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഞാൻ ഈ വന്ന കണ്ണ് കാണാത്ത മനുഷ്യനെ പരിഗണിച്ചില്ല. എന്താ, ഒന്നുമില്ല, മനഃപൂർവ്വം അല്ല സത്യത്തിൽ. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടിയിരുന്നു. പക്ഷെ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനാണല്ലോ കയറി വന്നത്, അദ്ദേഹം അവിടെ അങ്ങനെ ഇരുന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രമാണിയുമായുള്ള സംസാരം തുടർന്നു. ആയത്തിറങ്ങി ഖുർആൻ. നിരവധി ആയത്തുകൾ, ഒന്നല്ല രണ്ടല്ല, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. എന്താ അവിടെ സംഭവിച്ചത്? അതിന് നമുക്കൊരു പാഠമുണ്ട്. എന്താ പാഠം? ഈ സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന, അവൻ കറുത്തവനാവട്ടെ, അവൻ വെളുത്തവനാവട്ടെ, ഹൈറ്റ് കുറഞ്ഞവനാവട്ടെ, വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവനാവട്ടെ, തൊഴിലാളിയാവട്ടെ, മുതലാളിയാവട്ടെ, ആരാണെങ്കിലും ശരി, അവൻ ഈ സമൂഹത്തിൽ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ അവന് പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്, വലക്കത് കറംന ബനി ആദം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അവിടെ എന്താ പറഞ്ഞതറിയോ? വലക്കത് കറംന ബനി ആദം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ആദരിച്ചു എന്നാണ്. അവിടെ ഹൈന്ദവനെന്നില്ല, ക്രൈസ്തവനെന്നില്ല, മതമുള്ളവനെന്നില്ല, മതമില്ലാത്തവനെന്നില്ല. ഈ ലോകത്ത് ജനിച്ചു വീണിരിക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി, അവൻ നിങ്ങളുടെ ആദർശത്തിലേക്ക് കടന്നു വരാത്തവനാണെങ്കിൽ പോലും അവന് അഭിമാനമുണ്ട്.
അവന് അസ്തിത്വമുണ്ട്, അവനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് മതം പഠിപ്പിച്ചു. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ, ഒരു സഹോദരിയെ, അയാൾക്കുണ്ടാകുന്ന മാനസികമായ ഒരു പ്രയാസമുണ്ടാകുന്ന വാക്കുപയോഗിക്കാൻ കഴിയുക? ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല. ഇസ്ലാം ആ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു വിഷയം നമ്മോട് പറയും. അതുകൊണ്ട് എനിക്ക് എന്നോടും പറയാനുള്ളത്, നമ്മളൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സംസാര വിഷയമായതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സംസാരങ്ങൾ വന്നിട്ടും ഈ സംസാരം പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇന്നലെ ഒരു ആപ്തവാക്യം വായിച്ചു. നാവ് കൊണ്ടുള്ള മുറി വാളുകൊണ്ടുള്ള മുറിയേക്കാൾ കുറച്ച് തുളച്ചു കയറുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു പക്ഷേ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടോ ഒക്കെ എന്തെങ്കിലും മുറി കിട്ടിയാൽ ആ മുറി നമുക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയും. പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വീണു പോയിരിക്കുന്ന വാക്കുകൾ നമുക്കത് പിൻവലിക്കാൻ കഴിയില്ല. അത് അവരുടെ മനസ്സിൽ എക്കാലഘട്ടവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താ അറിയാമോ നിങ്ങൾക്ക്? പലപ്പോഴും ചില കൗൺസിലിങ്ങിനോ മധ്യസ്ഥ സംസാരത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ നാവൊന്ന് അടക്കി കിട്ടിയാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ. ഞാനിപ്പോൾ അടുത്ത ദിവസം ഒരു കുട്ടി ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വായിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് കേട്ടിരിക്കുന്ന ഒരു ശകാരത്തിന്റെ ഒരു വാക്കാണ് ആ കുട്ടിക്ക് മാനസികമായ പ്രയാസം ഉണ്ടാക്കിയത്. നാം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ചില കുട്ടികൾക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കും. ആ മാനസിക പ്രയാസം വളർന്ന് വലുതായി ആ കുട്ടിക്ക് യഥാർത്ഥമായ വഴിയിൽ നിന്ന് പോലും തിരിച്ചു പോവാൻ മാത്രം സാധ്യതയുള്ള വാക്കായിട്ട് ആ വാക്ക് അവിടെ കിടക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന സന്ദർഭത്തിൽ വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ച് പുലർത്തും. ഇനി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മനുഷ്യന്മാരെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മാലാഖമാരല്ല. ഇത് സംഭവിച്ചു പോയാലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, മയ്യത്ത് കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, മയ്യത്ത് കിടത്തിയിട്ടാണ് നമ്മൾ സാധാരണ പറയാ. വാക്കാൽ പ്രവർത്തിയാൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം, അത് പറയാം. പക്ഷേ ആ വാക്കുകൊണ്ട് വേദനിപ്പിച്ച ആൾ ആ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തു കൊള്ളണമെന്നില്ല, അയാൾ ആ സദസ്സിലുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ, എൻ്റെ വാക്കിൽ ആർക്കെങ്കിലും ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ അഹങ്കാരത്തിന്റെ വസ്ത്രം അങ്ങോട്ട് അഴിച്ചു വെച്ചിട്ട് അവനോട് സോറി പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ചിന്ത. അതുകൊണ്ട് ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്നലെ ഒരു ഹദീസ് വായിച്ചതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിസാനൽ മുഅ്മിൻ വറാഅ ഖൽബിഹിന. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ നാവ് ഹൃദയത്തിന്റെ നേരെ പിൻഭാഗത്തായിരിക്കുന്ന, ആലങ്കാരികമായിരിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ നാവ് ഹൃദയത്തിന്റെ പിൻഭാഗമായിരിക്കും. അവൻ എന്തെങ്കിലും സംസാരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഹൃദയത്തോടൊന്ന് ചോദിക്കൂന്നാ പറഞ്ഞത്. ഇതിപ്പോ ഈ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് ചോദിക്കുന്നു. ഇത് മുഅ്മിന്റെ ഗുണമാണ് അല്ലേ? ഈ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചാൽ, ഈ സദസ്സിൽ ഉപയോഗിച്ചാൽ, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞാൽ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ സംസാരിച്ചാൽ അതിലുണ്ടാകാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് മുഅ്മിനായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി ഹദീസ് പറഞ്ഞു, വ ഇന്ന ലിസാനൽ മുനാഫിഖ് അമാമ ഖൽബിഹി. കപട വിശ്വാസിയായിരിക്കുന്ന, വിശ്വാസം ശരിയല്ലാത്ത ഒരു മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ മുന്നിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഓൻ ഒന്നിനോടും ചോദിക്കൊന്നുമില്ല, എന്താണോ തോന്നുന്നത് ആ തോന്നുന്ന അതേ രൂപത്തിൽ നമ്മൾ സംസാരിക്കും. ആ സംസാരം ഒരാളിൽ ചെന്ന് പതിഞ്ഞാൽ അത് വല്ലാത്ത ഒരു മാനസിക പ്രയാസമായിരിക്കും അയാൾക്കുണ്ടാവുക. ചില ആളുകൾ അപ്പൊ ഒന്നും പറയില്ല, അയാൾ കൂടെ പറഞ്ഞാൽ നമുക്കൊന്ന് തീർത്താനുള്ള അവസരം ഉണ്ടാകും. ഈ വേദനയുമായിട്ട്, ഈ മാനസിക പ്രയാസവുമായിട്ട് അവനിങ്ങനെ പോകും. അതാണ് ആ ഭാവിയിൽ ഡോക്ടറാകാൻ പോകുന്ന ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ, ഞാനൊരു കറുത്തവനായി പോയതിന്റെ പേരിൽ, ഞാനൊരു താഴ്ന്ന ജാതിക്കാരൻപ്പെട്ടവനായതിന്റെ പേരിൽ ഞാൻ എന്തുമാത്രം മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത്. ആ പ്രയാസം അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഞാൻ ശാശ്വതമായിട്ട് അത് പോയാൽ പോരെ എന്ന് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പുതിയ തലമുറയും അതല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് എന്തുണ്ട് ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നാണ് ഇതിലെ ഒന്നാമത്തെ ഒരാശയമായിക്കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരായത്തുണ്ട് ഖുർആനിൽ. ആയത്തിൽ അല്ലാഹ് പറഞ്ഞാരോ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം,
വഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിക്കണം. എന്നാ എന്താ ഗുണം എന്നറിയാമോ? യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുകയും ചെയ്യും. എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സംസാരിക്കുമ്പോൾ നേരെ ചൊവ്വേ നല്ല വക്രതയില്ലാത്ത വാക്ക്. ഇവിടെ പണ്ഡിതന്മാർ ഒരുപാട് അർത്ഥത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള നല്ല വാക്കുകൾ, ഒരാൾക്ക് സാന്ത്വനം കിട്ടുന്ന വാക്കുകൾ, അത് നമ്മൾ കൊടുക്കണം. ഈ നാവ് തിന്മക്ക് വേണ്ടി മാത്രമൊന്നല്ല ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ സംസാരം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടാറുണ്ട്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെടുത്ത് വന്ന് പറയാറില്ലേ, ഞാൻ ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്, ഒന്ന് ബിസിനസ് ആകെ തകരാറിലായി, ഇന്നെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു സതുപദേശമുണ്ട്, ഒരു ഉപദേശമുണ്ട്, ഒരു കൗൺസിലിംഗ് എന്നുള്ള അർത്ഥത്തിൽ. അത് അയാൾക്ക് കിട്ടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ആസ്വാദനത്തിന്റെ തലമുണ്ട്. ആ ആസ്വാദനത്തിന്റെ തലമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവൻ എൻ്റെ അടുക്കൽ വന്നത് എന്തെങ്കിലും ഒരു നല്ലൊരു വാക്ക് കിട്ടാനായിരിക്കും. ആ വാക്ക് നമുക്ക് അതേ രൂപത്തിൽ കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് മതിയാകും. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ട്, ഞാൻ ഉൾപ്പെടെ നമുക്കത് കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരാൾ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്താൽ തീർച്ചയായും ആ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചത്. ഇനി നമുക്കൊരു ഓപ്ഷൻ കൂടി അള്ളാഹു നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നല്ലത് പറയുക, നല്ലത് പറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പറയാൻ അറിയില്ലെങ്കിൽ അവിടെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മദീന. കാരണം ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് വലിയ ഒരു സേവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, റസൂൽ ഏറ്റവും വലിയ വിജയം എന്താണ്? 3 പോയിന്റ് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പോയിന്റുകൾ. അത് 2 നമ്മുടെ വിഷയമായിട്ട് ബന്ധമല്ല. ഒന്ന്, നിന്റെ വീട്ടിൽ നീ പരമാവധി സമയം ചെലവഴിച്ച് വീട്ടിൽ തന്നെ ഒരു ആശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫുൾ ടൈം അങ്ങാടിയിൽ തന്നെ നിൽക്കാതെക്കുക. നിന്റെ കുടുംബവുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിനക്ക് വിജയിക്കാൻ കഴിയും. ആധുനിക മനഃശാസ്ത്രം പറയുന്ന വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചിന്തയാണ് കേട്ടോ അത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞൊരു ചിന്തയാണ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഇടയ്ക്കൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തിന്മകളെ പറ്റി ഒരു ഇവാലുവേഷൻ നീ നടത്തണം, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. ഞാൻ പടച്ചോനെ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മരണാനന്തര ജീവിതം എന്തായിരിക്കുമെന്ന് ഞാനൊന്ന് ചോദിക്കണം എന്നാ. ഞാൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് ചോദിക്കണം. എങ്കിൽ നിനക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ നിനക്ക് ഒന്ന് കരയാൻ പറ്റിയാൽ അതാണ് നിന്റെ ജീവിതത്തിലെ വിജയം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് നബി പറഞ്ഞത് അംസിക് അലൈക ലിസാനക, നിനക്ക് ആത്യന്തികമായി വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി നീ പരമാവധി നാവ് അടക്കി വെച്ചാൽ മതി. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. അപ്പൊ അതിൽ തെറ്റുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നാവ് അടക്കിക്കോ നിനക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ചില ആളുകളുടെ ഒരു പ്രകൃതം തന്നെ ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ പെട്ടെന്നൊന്നും ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്ത് നമ്മൾ പറഞ്ഞാലും നമ്മുടെ അടുത്തൊക്കെ തകരാറ്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന സംസാരം എൻ്റെ ഭാഗത്തുണ്ടാവുകയില്ല നമ്മൾ പ്രതിജ്ഞ ചെയ്താൽ മതി. വേറൊരാൾക്കൊരു വേദന ഉണ്ടാക്കാൻ തന്നാൽ മതി. എങ്കിൽ തന്നെ നമ്മുടെ സംസാരം എന്തായി? കുറച്ചുകൂടി നന്നാവും എന്നാണ് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി ഒരു ഭാഗം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ പറഞ്ഞ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ഉപദേശം നമുക്ക് നൽകി. എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ്. ആയത്ത് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. പക്ഷെ എൻ്റെ വിഷയവുമായിട്ട് ബന്ധമുള്ള ഒരു ഏരിയ വരുന്നുണ്ട് അവർ. അതെവിടെയാന്ന് ചോദിച്ചാൽ, നിന്റെ മാതാവും പിതാവും നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വാർദ്ധക്യം പ്രാപിച്ചാൽ, ഒരാളോ രണ്ടാളോ നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വാർദ്ധക്യം പ്രാപിച്ചാൽ അതുവരെ നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല. വാർദ്ധക്യം പ്രാപിച്ചാൽ പ്രശ്നം എന്താ? പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പയും ഉമ്മയും നമുക്കൊരു ഭാരമായിട്ട് മാറും. പക്ഷെ ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാന്തനമേകേണ്ട ടൈം ഏതാന്ന് ചോദിച്ചാൽ ആ പ്രായമുള്ള സമയത്ത്. അതുകൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉപ്പയും ഉമ്മയും നമ്മുടെ സ്വർഗ്ഗമാണ്, ഉപ്പയും ഉമ്മയും നമ്മുടെ നരകവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥന നടത്താറില്ല സാധാരണ. പക്ഷെ ഒരിക്കൽ മിമ്പർമ കയറാൻ പോകുന്ന സമയത്ത് നബി പറഞ്ഞു, റഹിമ അൻ,
റഹിമ അൻ, തൊലയട്ടെ തൊലയട്ടെ തൊലയട്ടെ. ആര് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ ഫലം യദ്ഖുലുൽ ജന്ന. വയസ്സായ വാപ്പാനെയും ഇമ്മാനെയും കയ്യ് കിട്ടിയിട്ട്, അങ്ങനെയാ പദം, വയസ്സായ വാപ്പാനെയും ഇമ്മാനെയും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്. സ്വർഗത്ത് പോകാത്തവൻ തൊലയട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായമുള്ള ഉപ്പയും ഉമ്മയും എൻ്റെ വലിയ സൗഭാഗ്യമാണ്. ഇവരോട് സ്വീകരിക്കേണ്ട ഒരു സമീപനം പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരാളോ രണ്ടാളോ വാർദ്ധക്യം പ്രാപിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ ഛേ എന്ന് പോലും പറയരുത്. ഛേ എന്ന് പോലും പറയരുത് എന്താ? വലാ തൻഹർഹുമാ, നിന്റെ നാവിലൂടെ നീ അയാളോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഇന്ന് ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ, അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ, ഇങ്ങനെ അത്യാവശ്യം കൗൺസിലൊക്കെ ആയി ബന്ധപ്പെട്ട് പോവാറുണ്ട് എങ്കിൽ, എൻ്റെയൊക്കെ വ്യക്തിപരമായ അനുഭവത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം വീട്ടിലെ പ്രായമുള്ള ഉപ്പയും ഉമ്മയുമാണ്. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം പരാജയപ്പെടും. പക്ഷേ അതൊന്നും വകവെക്കാതെ വേണ്ട രൂപത്തിൽ പരിഗണന കൊടുക്കുന്ന മക്കളെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉപയോഗിച്ചൊരു പദം, ഇനി അഥവാ നിന്റെ സംരക്ഷണത്തിൽ അവർ വന്നാലും നിനക്ക് അനിഷ്ടകരമായിരിക്കുന്ന നിരവധി കാര്യങ്ങൾ നിന്റെ ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കേൾക്കാനുണ്ടാവും. ഉറപ്പാണ് കേൾക്കും. കാരണം നിനക്ക് പ്രായം അത് പറയും, പക്ഷെ നീ അവരോട് കയർക്കാൻ പാടില്ല. നീ ചേന്ന് പറയരുതെന്ന് പറയാൻ അർത്ഥം അറിയോ? അതിൻ്റെ ആ സംസാരത്തിന്റെ ആശയം എന്താ? എന്ന് പോലും പറഞ്ഞു പോകരുത്. കാരണം അവർക്ക് നിങ്ങൾ നൽകേണ്ട സ്വാന്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണത്. ആ സമയം നീ പരമാവധി കൊടുക്കണം. അവർക്ക് നന്മയിൽ അവരുമായി സഹവസിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പ്രായമുള്ള ഉപ്പയോടായിരുന്നാലും മക്കളോടായിരുന്നാലും, അത് നമ്മുടെ അയൽവാസി സുഹൃത്തുക്കളായിരുന്നാലും നമ്മുടെ കസ്റ്റമേഴ്സിനോടായിരുന്നാലും നമ്മുടെ സഹഭാരവാഹികളോടും സഹപ്രവർത്തകരോടുമാണെങ്കിലും ഞാൻ ഒരു വലിയ ഒരു കൗൺസിലിംഗ് നൽകുന്ന, എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ ഒരാശ്വാസം കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ ഇത് അനുഗ്രഹത്തിൻ്റെ നാവായിട്ട് മാറും. അല്ലെങ്കിൽ നരകം വിലക്ക് വാങ്ങുന്ന നാവായിട്ട് മാറും. നാം പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമായിരിക്കുന്ന നമ്മുടെ നാവിനെ നമുക്ക് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും, എങ്ങനെ നമുക്കതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു കാര്യം കൂടി ചേർത്ത് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തുക്സിറു അൽ കലാമ ബിഗൈരി ദിക്രില്ല, നിങ്ങളുടെ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ കുറഞ്ഞു പോകുന്ന സംസാരങ്ങൾ വർദ്ധിപ്പിക്കരുത്. സംസാരിക്കുമ്പോൾ ഒരു അള്ളാഹുവിൻ്റെ സ്മരണ വരുന്ന സംസാരം വരിക. ഫഇന്ന കസറത്തുൽ കലാമി ബിഗൈരി ദിക്രില്ല ഖസ്വത്തുൽ ലിൽ ഖൽബ്, അള്ളാഹുവിനെ ഓർമ്മിക്കാത്ത സംസാരങ്ങൾ ഹൃദയത്തിന് എപ്പോഴും കാഠിന്യമേകുന്ന എന്ന് പറഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ തമാശ വേണ്ടെന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. തമാശ പറയാം, ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ കൂടെ. ചില ആൾക്കാരുടെ യാത്ര പോകുമ്പോൾ നല്ല അർത്ഥവത്തായ തമാശകളിലൂടെ നമ്മൾ ആസ്വദിപ്പിക്കുക, അത് വേണമെന്നാണ്. കാരണം റസൂൽ വേറെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, റവ്വിഹുൽ ഖുലൂബ സാഹത്തൻ വസാ, ഇടക്കൊക്കെ മനസ്സിന് ആശ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കണം. അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ വെറുതെ അനാവശ്യമായി കളവ് പറഞ്ഞുകൊണ്ടൊന്നും ആരെയും ചിരിപ്പിക്കാനും വേണ്ടിയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ അനാവശ്യമായി വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ഒരു ദൈവസ്മരണ ഉണ്ടാക്കുന്ന സംസാരം വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് എന്നിൽ നിന്ന് ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ബോധമൊക്കെ ഇടയ്ക്ക് കിട്ടണമെന്നാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുകയാണ്, അയാൾ എൻ്റെ കൂടെ ഒരു 1/4 മണിക്കൂർ ഇരുന്നിട്ടും അയാൾക്ക് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും എന്നിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവരുതാണ്. ഇപ്പം എൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഞാൻ റബ്ബിനെ ഓർമ്മിക്കുകയും അവൻ്റെ നിഅമത്തിനെ പറ്റി പറയുകയും അവൻ്റെ ഒരു സന്ദേശം കൂടി കൈമാറാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംസാരമായിരിക്കണം നമുക്ക്. വേറൊരു വ്യാഖ്യാനം എന്താ ഉള്ളതെന്ന് അറിയോ? നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറൊക്കെ നാവുകൊണ്ട് പറയണമെന്നാണ്. അതിന് വലിയ ഭാരമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയോ? കലിമത്താനി 2 വാക്കുകളുണ്ട്.
ഖഫീഫത്താനി അല ലിസാൻ, നാവിന് വളരെ എളുപ്പ പറയാൻ, ഒരു ഭാരവും ഇല്ല. പക്ഷെ സഖീലത്താനി ഫിൽ മീസാൻ, പരലോകത്ത് നല്ല ഘനവും തൂങ്ങും. അത് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് ഇടക്ക് വരേണ്ട ഒരു സംസാരം എന്താന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ സംസാരത്തിൽ ഒന്ന് വർദ്ധിപ്പിക്കാനും മറ്റുള്ള ഒരു മനുഷ്യനും പ്രയാസമില്ലാതിരിക്കാനും, പ്രത്യേകിച്ച് ഞാൻ അടിവരയിട്ടെന്ന് പറഞ്ഞൊരു കാര്യം, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു സംസാരവും നമ്മുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താനും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയുണ്ടാക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കേണ്ട രൂപത്തിൽ വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാതിരിക്കാനും, പ്രായമുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് സംസാരിക്കാനും, പ്രയാസം അനുഭവിച്ച് വന്ന ഒരാളോട് നമ്മുടെ അടുക്കിലേക്ക് ഒരു ശാന്തിക്ക് വേണ്ടി വരുമ്പോൾ അയാൾക്കൊരു സാന്ത്വനം കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വിജയിക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷവും സമാധാനം ഉണ്ടാകും. ജിതിനെ പോലെയുള്ള ഒരു ജീവിതാനുഭവമുള്ള ആൾക്കാരുടെ കുട്ടികളൊക്കെ എണ്ണങ്ങൾ പൊതുവെ കുറഞ്ഞു വരും. സർവ്വസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഇതുവഴി നമ്മളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന പോരായ്മകളും പാളിച്ചകളൊക്കെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിട്ട് ജീവിച്ച് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും നമ്മുടെ സന്താനങ്ങളിലും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടുന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വളരെ തൃപ്തിയിൽ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായിരിക്കുന്ന കുറേയധികം ആളുകൾ പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, രോഗം വന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ഷിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അത്തരം വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷപ്പെടുത്തണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖബറിങ്കൽ വന്ന് സലാം പറയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ക്രയവിക്രയത്തിലുമൊക്കെ നീ എല്ലാവിധ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സ്വലാത്ത്. അല്ലാഹു